അപകടത്തിൽ പരിക്കേറ്റ രാജ്മോൾ നമുക്കൊപ്പം ചേരുകയാണ്. രാജ്മോൾ, എങ്ങോട്ടായിരുന്നു യാത്ര? ഈ അപകടം നടക്കുന്ന സമയത്ത് ഉണർന്നിരിക്കുകയായിരുന്നു? അമിത വേഗത്തിലായിരുന്നോ വാഹനം? ഇല്ല, ഞങ്ങൾ 4 കുട്ടികളുണ്ട്. 4 കുട്ടികളുടെ രക്ഷകർത്താക്കളും ഉണ്ട്. ഞങ്ങള് ബാംഗ്ലൂര് നേഴ്സിംഗ് കോളേജ് കാണാൻ പോയതായിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നതാണ്. ഇന്നലെ വൈകിട്ട് ബസ്സാ കയറി 7:30 ആയപ്പോൾ ഞങ്ങള് ബാംഗ്ലൂരിന്ന്. അമിത വേഗത്തിലായിരുന്നോ വാഹനം? വലിയ വേഗതയില്ലായിരുന്നു. വാഹനം അധികം വേഗതയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് തൊടുപുഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വണ്ടി എന്തോ വട്ടം കറങ്ങുന്ന പോലെ എന്തോ ഞങ്ങൾക്ക് തോന്നി, ഒരു ഫീലിംഗ്. പെട്ടെന്ന് വണ്ടി മറിയത്. പിന്നെ ഞങ്ങളെല്ലാം വണ്ടിക്കകത്ത് കമ്പിക്കടയിലേക്കൊക്കെ വീഴുകയത്. കാര്യമായ പരിക്കുകളുണ്ടോ? പരിക്കുള്ളവരും ഉണ്ട്, കാര്യമായിട്ട് പരിക്കുള്ളവരുണ്ട്. എന്റെ കൈക്കാണ് പരിക്ക് പറ്റിയത്. പിന്നെ മറ്റുള്ളവർക്കെല്ലാം പരിക്കുണ്ടത് നമുക്ക് കാണാൻ വയ്യ. അവരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പേടിച്ചു പോയിട്ടുണ്ടാവും അല്ലേ? എന്താ സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. കാരണം ഞങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു. രാവിലെ വണ്ടി നിർത്തിയില്ലായിരുന്നേ. ഒന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങള് എല്ലാരും ക്ഷീണിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നവരൊക്കെ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ടോ? അവർക്കും ചെറിയ പരിക്കുകൾ മാത്രമേ ഉള്ളൂ അല്ലേ? ചെറിയ പരിക്കുകളുണ്ട്. ഒരാൾക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്റെ മോൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോയി അപ്പുറത്ത് ചെയ്യണമെന്ന്. അവന് കാര്യമായി പരിക്കുകളൊന്നും ഇല്ല എന്റെ മോന്. മറ്റുള്ളവർക്കും ഒരു മോന്, അമലെന്ന് പറയുന്ന ഒരു മോന് തലയ്ക്ക് പരിക്കുണ്ട്. പിന്നെ ആദർശ് എന്ന് പറയുന്ന മോനുണ്ട്, അവർക്കുണ്ട്. പിന്നെ അർച്ചന എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന് കോളേജ് കാണാൻ വേണ്ടി. അവളും അവിടെ പഠിക്കാൻ പോവാന്. അർച്ചനയുടെ അമ്മയ്ക്ക് നല്ല പരിക്ക് പറ്റി. ശരി, ഇപ്പൊ ആശുപത്രിയിലാണോ രാജ്മോൾ ഉള്ളത്? അതെ, ശരിയെന്നോ. ശരി, വളരെ നന്ദി. ഒപ്പം ചേർന്നതിന് പരിക്ക് പറ്റി ആശുപത്രിയിലാണ്, ചികിത്സയിലാണ്. കൈക്ക് പരിക്കുണ്ട് എന്ന് പറയുന്നു. ഒപ്പം 4 പേരും ഉണ്ടായിരുന്നു, അവരുടെ മാതാപിതാക്കളും. ബംഗളൂരുവിൽ നഴ്സിംഗ് കോളേജ് കാണാൻ പോയി മടങ്ങി വരുന്ന വഴിയിലായിരുന്നു അപകടമുണ്ടായിരുന്നത്. അപ്പോഴും വാഹനം അമിത വേഗത്തിലായിരുന്നില്ല എന്നാണ് രാജ്മോൾ പറയുന്നത്. പിന്നെ നേരത്തെ മാണി കാപ്പൻ MLA പറഞ്ഞതുപോലെ ഇനി ഡ്രൈവർ ഉറങ്ങിപ്പോവുകയോ മറ്റോ ചെയ്തോ എന്നുള്ള കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ വണ്ടിയുടെ നിലവിലെ കണ്ടീഷൻ സംബന്ധിച്ച് ടയറുകളുടെ ദൃശ്യങ്ങളിൽ നമുക്ക് ടയറുകളുടെ അവസ്ഥ മനസ്സിലാവും. ഇനി അത്തരത്തിലുള്ള പ്രശ്നങ്ങളും മഴ കൂടിയായപ്പോൾ വാഹനം നിയന്ത്രണം വിട്ടതാണോ എന്ന കാര്യത്തിലൊക്കെ പരിശോധന ആവശ്യമുണ്ട്. അപ്പോഴും ഇത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ബസ്സല്ല എന്നുള്ളതാണ് MVD പറയുന്നത്. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ ആദർശ് ഒപ്പം ചേരുന്നു. ആദർശ്, ആശുപത്രിയിലാണോ ഉള്ളത്? പരിക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. കുറെ പേരുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാരും പല സൈഡിലോട്ട് കൊണ്ടുപോയിക്കുക, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കുക. ആദർശ് എങ്ങോട്ടേക്കുള്ള യാത്രയിലായിരുന്നു? ഞങ്ങള് ബാംഗ്ലൂർ ഒരു കോളേജ് കാണാൻ പോയതാ. കോളേജ് കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാ. ഈ രാജ്മോളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നതാണല്ലേ? അതെ അതെ. ആദർശിന് എന്ത് പരിക്കാണുള്ളത് ഇപ്പോ? എനിക്ക് ചെറുതായിട്ട് ഛർദിലുണ്ടായിരുന്നു. ശരി, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല, തലയൊന്നും ഇടിച്ചിട്ടില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. ശരി, ഈ ബസ്സിന്റെ വേഗം അത് അമിത വേഗമായിരുന്നില്ല എന്നാണ് നേരത്തെ രാജ്മോളും പറഞ്ഞത്. ആദർശിന് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? വേഗം ഉണ്ടായിരുന്നു? വളവിന്റെ അവിടെ എന്തോ വിഷയമാണ്. ഞങ്ങൾ ഉറങ്ങുമായിരുന്നു, പെട്ടെന്ന് മറിഞ്ഞ എണീറ്റ്. ഇന്നലെ വൈകിട്ട് കയറുക, ഞങ്ങളെ ഒരു 6:30-7 ആയപ്പം കയറുക. അപ്പൊ പിന്നെ എല്ലാരും ഒരു ഉണക്കക്ഷീണമൊക്കെ ആയിരുന്നു. ശരി ശരി ആദർശ്, ഏതായാലും കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്നതിലൊരു ആശ്വാസമുണ്ട്. ഒപ്പമുള്ളവരെല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്, കുഴപ്പമില്ല. ശരി ആദർശ്.